ദ കേരള സ്റ്റോറി എന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 3 പെൺകുട്ടികളുടെ കഥയായിട്ടാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. എന്നാൽ പല മാധ്യമങ്ങളും സൂചിപ്പിക്കുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മതമാറ്റത്തിന് ഇരയായി ഒടുവിൽ ISIലും ചേർന്ന നിമിഷ ഫാത്തിമയുടെയും ആയിഷയായിട്ട് മാറിയ സോണിയ സെബാസ്റ്റ്യൻ്റെയും മറിയമായിട്ട് മാറിയ മെറീൻ്റെയും കഥയായിട്ടാണ് അവർ സൂചിപ്പിക്കുന്നത്. അവരുടെ ഈ കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് അലക്സ ബ്ലോഗ്. ദ കേരള സ്റ്റോറി എന്ന മൂവി വലിയ തോതിൽ വിമർശനത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുള്ള മൂവിയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പെൺകുട്ടികളെ, ഹിന്ദുമതത്തിലെയും ക്രിസ്ത്യൻ മതത്തിലെയും പെൺകുട്ടികളെ മുസ്ലിം മതത്തിലേക്ക് ചേർത്ത് ഒടുവിൽ ISIലും ചേർത്ത് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും കയറ്റി അയക്കുന്ന പശ്ചാത്തലത്തിലാണ് ദ കേരള സ്റ്റോറി എന്ന മൂവി കേരളത്തിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് കാരണമാക്കിയത് ഇതിൽ എഴുതിയിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. 32,000-ൽ-അധികം മലയാളി പെൺകുട്ടികളെയാണ് മതമാറ്റത്തിന് ഇടയാക്കി ISIൽ ചേർത്തു എന്നാണ് ഈ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിലറിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ മൂവിയിലെ പല ഭാഗങ്ങളിലും ഈ കാര്യം പറയാതെ പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും ISIൽ കേരളത്തിൽ നിന്ന് ചേർന്നിട്ടുണ്ടോ നോക്കുമ്പോൾ 100-ലധികം മലയാളികൾ ISIൽ ചേർന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നിമിഷ ഫാത്തിമയുടെ കഥ നോക്കാം, അഥവാ നിമിഷ എങ്ങനെയാണ് ആയിഷയായി മാറിയെന്ന കഥ. തിരുവനന്തപുരം സ്വദേശി ആയ 23 വയസ്സുള്ള നിമിഷ കാസർഗോഡിലെ ഒരു ഡെന്റൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീടാണ് ക്രിസ്ത്യൻ മതത്തിൽ മാറി ഇസ്ലാം മതം സ്വീകരിച്ച ഈസ എന്ന പേരിൽ ഒരു വ്യക്തിയുമായിട്ട് അടുപ്പത്തിലാവുകയും ഇവർ തമ്മിൽ പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിമിഷ എന്ന പേര് മാറി ആയിഷ എന്ന പേര് സ്വീകരിച്ചത്. ഈ കാര്യങ്ങളിലെല്ലാം നിമിഷയുടെ മാതാവിന് വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു. നിമിഷയെ തിരിച്ചു കിട്ടാൻ വേണ്ടി പല കേസുകൾ കൊടുക്കുകയും കോടതികൾ കയറിയിറങ്ങുകയൊക്കെ ചെയ്തു. എന്നാൽ ഇതിലൊന്നും ഒരു കാര്യമുണ്ടായില്ല. 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ ജീവിക്കാനുള്ള നിയമം ഉള്ളതുകൊണ്ട് കോടതി ഈസേൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ നിമിഷയെ വിട്ടു. പിന്നീടുള്ള ഏതാനും നാളുകൾക്ക് നിമിഷയിൽ നിന്ന് മാതാവിന് ഒരു ഫോൺ കോളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് നിമിഷ അമ്മയെ വിളിക്കുന്നത്. താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. പെട്ടെന്ന് തന്നെ മാതാവ് നിമിഷയുടെ ഭർതൃവീടായ പാലക്കാട്ടിലേക്ക് എത്തി. മാസത്തിൽ ഒരിക്കലെങ്കിലും നിമിഷ മാതാവിനെയോ നിമിഷയോ കാണാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അവിടെ വെച്ച് മാതാവ് പറഞ്ഞു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാതാവ് മടങ്ങിപ്പോയി. പിന്നീടുള്ള കുറച്ച് നാളുകളിൽ നിമിഷ മാതാവിനെ കോൾ ചെയ്യുകയും മാതാവ് നിമിഷയും കോൾ ചെയ്യുകയൊക്കെ ചെയ്ത് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് മുന്നോട്ട് സന്തോഷത്തോടെ പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2016 മെയ് മാസം 18-ന് നിമിഷ മാതാവിനോട് ഒരു കാര്യം പറയുന്നത്. ഭർത്താവിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി താനും ഭർത്താവും കൂടെ ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. നിമിഷ ശ്രീലങ്ക എത്തിയതിനു ശേഷം പിന്നീട് മാതാവിനെ വിളിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഫ്രീ വൈഫൈ കിട്ടുമ്പോൾ മാത്രമാണ് മെസ്സേജ് അയക്കുന്നു എന്ന്. 2016 ജൂൺ മാസം 4-ാം തീയതിയോടെ നിമിഷയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ വരെ ഇല്ലാതെയായി. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം നിമിഷയിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ പോലും ഇല്ലാതെയായി. പിന്നീട് ചില മാധ്യമങ്ങളിലൂടെ ആണ് ആ മാതാവ് അറിഞ്ഞത് തൻ്റെ മകൾ ISIൽ ചേർന്നു എന്നുള്ള കാര്യം. ഇവരുടെ ഈ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ സഹോദരനും ഇതേപോലെ മതം മാറി വന്ന യഹിയും അതിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു മെറീനാണ് പിന്നീട് മതം മാറിയിട്ട് മറിയം എന്നുള്ള പേര് സ്വീകരിച്ചത്. ഇവരുടെ കാര്യം കൂടുതൽ പരിശോധിച്ച് നോക്കുമ്പോൾ പാലക്കാട് സ്വദേശിയായ മെറീൻ +1 കാലം തൊട്ട് യഹിയുമായി പരിചയമുണ്ടായിരുന്നു. ഇവരുടെ ഈ ബന്ധം പൂർണ്ണമായിട്ടും അവരുടെ വീട്ടുകാർ എതിർത്തിരുന്നു. ഇതൊന്നും വകവെക്കാതെ ഇതൊക്കെ മറികടന്ന് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. പിന്നീടാണ് മതം മാറിയിട്ട് മെറീൻ പേരും മാറ്റി മറിയം എന്ന പേര് സ്വീകരിച്ചത്. പിന്നീട് കൂടുതൽ മതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും ശ്രീലങ്കയിലേക്ക് പോയി. പിന്നീട് അവിടെ എത്തിയതിനു ശേഷം മെറീൻ വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റുകളും അവിടെ വെച്ച് ഇല്ലാതെയായി. പിന്നീട് പല മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് തൻ്റെ മകളും ISIൽ ചേർന്നു എന്നുള്ള കാര്യം. നിമിഷേൻ്റെയും മെറീൻ്റെയും പോലെ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു സോണിയ സെബാസ്റ്റ്യനും അതിൻ്റെ ഭർത്താവായ അബ്ദുൾ റാഷിദും. സോണിയ സെബാസ്റ്റ്യൻ മതം മാറി സ്വീകരിച്ച പേരാണ് ആയിഷ. ഇവരെക്കുറിച്ച് കൂടുതൽ കാര്യം നോക്കുമ്പോൾ അവരുടെ വീട് വരുന്നത് വൈറ്റിലയാണ്. അബ്ദുൾ റാഷിദിൻ്റെ വീട് വരുന്നത് കാസർഗോഡാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നതും പിന്നീട് ഇഷ്ടത്തിലാവുന്നതും. ഈ കാലത്തൊന്നും അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ മനസ്സിൽ അതിതീവ്രമായ ആശയങ്ങളും ചിന്തകളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ്
പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അതിതീവ്രമായ ആശയങ്ങളും ചിന്തകളും അടങ്ങുന്ന കൂടുതൽ വീഡിയോസുകളും എല്ലാം കാണാൻ തുടങ്ങുന്നത്. അതേപോലെ സോണിയ സെബാസ്റ്റ്യനും അയച്ചും കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതൊന്നും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. ഇതെല്ലാം സോണിയ സെബാസ്റ്റ്യൻ്റെയും അബ്ദുൾ റാഷിദിൻ്റെയും ഇടയിൽ മാത്രമായിരുന്നു നിന്നിരുന്നത്. പിന്നീട് അബ്ദുൾ റാഷിദ് നാട്ടിലും വിദേശത്തുമായി പല ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ ഒരു സ്കൂളിൽ ജോലി കിട്ടി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറി മറിയുന്നത്. അവിടെ വെച്ച് ജാസ്മിൻ മുഹമ്മദ് എന്ന പേരായ ഒരു ISIS പ്രവർത്തകയെ കണ്ടുമുട്ടുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖിൻ സിറിയയെക്കുറിച്ച് അവിടെ നിന്നാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇതിൽ പിന്നീട് അതിതീവ്രമായ ആകർഷണനായി. പിന്നെ കേരളത്തിൻ്റെ തന്നെ ISISൻ്റെ റിക്രൂട്ടറായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2016 സോണിയയുമായിട്ടുള്ള വിവാഹം കഴിയുകയും ചെയ്തിരുന്നു. അങ്ങനെ മതം മാറിയിട്ടാണ് സോണിയ ആയിഷ എന്നുള്ള പേര് സ്വീകരിച്ചത്. സോണിയ സെബാസ്റ്റ്യനും അബ്ദുൾ റാഷിദും അടങ്ങുന്ന കുടുംബം മസ്കറ്റ് വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചേരാൻ തീരുമാനിച്ചു. ആ സമയത്ത് സോണിയ സെബാസ്റ്റ്യൻ ഗർഭിണിയായിരുന്നു. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം.